നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേട്ടവുമായി സീബ് ഇന്ത്യൻ സ്കൂൾ. ജനുവരി 26-ന് സ്കൂൾ മൈതാനത്തിൽ അനാവരണം ചെയ്ത ബൃഹത്തായ കൊളാഷാണ് അഭിമാന നേട്ടത്തിന് അർഹമായത്. CBSE ഏർപ്പെടുത്തിയ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് യജ്ഞത്തിന്റെ ഭാഗമായാണ് സ്കൂളിലെ 1 മുതൽ 8 വരെ ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികളും ചേർന്ന് ഏറ്റവും വലിയ കൊളാഷ് നിർമ്മിച്ചത്. നോളജ് കൊളാജ് ഓഫ് ഇൻഡോ ഒമാൻ എന്ന പേരിലാണ് കൊളാഷ് ഒരുക്കിയത്. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളുടെയും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഒമാനിലെ 11 പ്രവിശ്യകളുടെയും വിവരങ്ങളാണ് വിദ്യാർത്ഥികൾ ശേഖരിച്ചത്. 2000-ലധികം വിദ്യാർത്ഥികൾ ഒത്തുചേർന്ന് 1050 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ 2326 ചാർട്ടുകളിലായി 30,608 വിവരങ്ങൾ അടങ്ങുന്ന കൊളാഷാണ് സീബ് ഇന്ത്യൻ സ്കൂളിന്റെ മൈതാനത്ത് ഒരുക്കിയത്. ഗ്ലോബൽ വില്ലേജിൽ കുട്ടികളുടെ സ്വന്തം വണ്ടറേഴ്സ് കിഡ്സ് ഫെസ്റ്റിന് തുടക്കമായി. സ്നേക്ക് ആൻഡ് ലാഡർ അടക്കം കുട്ടികളുടെ പ്രിയപ്പെട്ട ബോർഡ് ഗെയിമുകളാണ് മുഖ്യ ആകർഷണം. ഇതോടൊപ്പം നിരകളിയും ബാറ്റിൽഷിപ്പ് ഗെയിമും ഉണ്ട്. ഫേസ് പെയിന്റിംഗ്, ബലൂൺ മോഡലിംഗ്, ക്ലൗഡ് പാരഡൈസ്, കുട്ടികളുടെ പ്രിയപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങളുമായുള്ള കൂട്ടുകൂടൽ തുടങ്ങി ഒരുപാട് ഇനങ്ങൾ വേറെയുമുണ്ട്. ഫെസ്റ്റ് ഈ മാസം 25-ന് സമാപിക്കും. വേങ്ങരക്കാരുടെ പ്രവാസി കൂട്ടായ്മയായ വഫ സംഘടിപ്പിക്കുന്ന വഫ ഗോൾഡ് കപ്പ് 2024-ന്റെ ലോഗോ പ്രകാശനം വഫ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് മജീദ് കാപ്പന്റെ സാന്നിധ്യത്തിൽ റിനം ഹോൾഡിംഗ്സ് MD PTA മുനീർ നിർവഹിച്ചു. ജോയിന്റ് സെക്രട്ടറി സിദ്ദിഖ് സാലിം, KK കുഞ്ഞി മുഹമ്മദ് എന്നിവർ സംബന്ധിച്ചു. ഫെബ്രുവരി 25 ഞായറാഴ്ച അജ്മാനിലെ ക്വാട്രെ സ്പോർട്സ് സെന്ററിൽ ഉച്ചയ്ക്ക് 2:30 മുതലാണ് മത്സരമെന്ന് സെക്രട്ടറി സമദ് പക്കിയാൻ, കോർഡിനേറ്റർമാരായ CV സൈനുൽ ആബിദ്, മുസു എന്നിവർ അറിയിച്ചു. സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക. news@prevasibharati.com അല്ലെങ്കിൽ പ്രവാസി ഭാരതി റേഡിയോ news@gmail.com. സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും UAE ഒമാൻ സമയം രാവിലെ 10:30, സൗദി ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് സമയം രാവിലെ 9:30, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്.